വരുമ്പോൾ ബ്രിട്ടനിൽ വലിയ അധികാര കൈമാറ്റമാണ് ഉണ്ടാവുന്നത്. അധോസമയായ ഹൗസ് ഓഫ് കോമൺസിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് വൻ വിജയം. കീർ സ്റ്റാർമർ പ്രധാനമന്ത്രിയാകും. 650 അംഗ സഭയിൽ കേവല ഭൂരിപക്ഷമായ 326 സീറ്റുകൾ നേടിയാണ് ലേബർ പാർട്ടി അധികാരത്തിലെത്തുന്നത്. സ്റ്റാർമറുടെ ക്യാമ്പിൽ ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. രാജ്യത്തെ സെർവ് ചെയ്യാൻ താൻ തയ്യാറായി എന്നതാണ് അല്പസമയം മുമ്പ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ ക്യാമ്പിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ. ബ്രിട്ടനെ സംബന്ധിച്ച് ഒരു ചരിത്രപരമായ തെരഞ്ഞെടുപ്പ് വിധി എന്ന പ്രത്യേകതയുമുണ്ട്. 14 വർഷത്തിന് ശേഷം ലേബർ പാർട്ടി അധികാരത്തിൽ വരുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട്. ജനങ്ങൾ രാജ്യത്ത് മാറ്റം കൊണ്ടുവന്നുവെന്ന വിജയത്തിന് ശേഷം കീർ സ്റ്റാർമർ പ്രതികരിച്ചു. വലിയ ഉത്തരവാദിത്തമാണ് ഈ വൻ വിജയത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്നും സ്റ്റാർമർ പറയുന്നു. Tonight, people here and around the country have spoken, and they're ready for change, to end the politics of performance and return to politics as public service. The change begins right here, because this is your democracy, your community and your future. You have voted. It is now time for us to deliver. Thank you very much. ഇന്ത്യൻ വംശജൻ കൂടിയായ ഋഷി സുനക്കായിരുന്നു കൺസർവേറ്റീവ് പാർട്ടിയെ നയിച്ചത്. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് ഋഷി സുനക്. ലേബർ പാർട്ടിക്കും കീർ സ്റ്റാർമർക്കും അഭിനന്ദനങ്ങളെന്നും ഋഷി സുനക് പറയുന്നു. സമാധാനപരമായി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയതിന് നന്ദി എന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. Can I start by thanking the returning officer and all the team who've been working here at the count and at the polling stations today. You make our democracy possible. I'd also like to thank the police who've ensured that we can conduct this ballot here in North Yorkshire, but also across the country in safety. On this difficult night, I'd like to express my gratitude to the people of the Richmond and Northallerton constituency for your continued support. Since I moved here a decade ago, you have made me and my family feel so at home, and I look forward to continuing to serve as your Member of Parliament. It is an enormous privilege. I'm grateful to my agent and constituency team, and I congratulate my opponents here on the energetic and very good-natured campaigns that they have run. The Labour Party has won this general election, and I have called Sir Keir Starmer to congratulate him on his victory. Today, power will change hands in a peaceful and orderly manner, with goodwill on all sides. That is something that should give us all confidence in our country's stability and future. The British people have delivered a sobering verdict tonight. There is much to learn and reflect on, and I take responsibility for the loss. London, where I will say more about tonight's result before I leave the job of Prime Minister, to which I have given my all. I will then return here to my family's home, and I look forward to spending more time with you all in the weeks, months and years ahead. Thank you. ഋഷി സുനകിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. രാജ്യത്തിലെ ജനങ്ങളുടെ തീരുമാനത്തെ അംഗീകരിക്കുന്നു. എന്തായാലും സമാധാനപരമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. രാജ്യത്തിന്റെ സുസ്ഥിരമായ മുന്നോട്ട് പോക്കിന് താനും ഒപ്പമുണ്ടാകും എന്ന കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സുവി വിശ്വനാഥൻ നമുക്കുണ്ട്. സുവി, ലേബർ പാർട്ടിയെ സംബന്ധിച്ച് ചരിത്രപരമായ വിധിയാണ്. ഒരുപക്ഷെ ചില ഇടതുപക്ഷ ആശയങ്ങൾ പിന്തുടരുന്ന പാർട്ടി എന്ന് പൊതുവിൽ വിലയിരുത്തപ്പെട്ടതാണ് ലേബർ പാർട്ടി. ഋഷി സുനക് പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം ഇന്ത്യൻ വംശജനാണ് എന്ന് മാത്രമല്ല, ഇന്ത്യയുമായി വലിയ തരത്തിലുള്ള നയതന്ത്ര ബന്ധം സൂക്ഷിക്കുന്നതിൽ
ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുമുണ്ട്. നരേന്ദ്രമോദിയുമായുള്ള അടുത്ത ബന്ധം അതൊക്കെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ വ്യക്തമായതാണ്. ഈ ബ്രിട്ടനിലെ അധികാരമാറ്റം അതിൻ്റെ ഒരു പ്രതിഫലനം എങ്ങനെയായിരിക്കും നയതന്ത്ര ബന്ധങ്ങളിലും ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് വിധിയുടെ ഒരു ചരിത്ര പ്രാധാന്യവും എങ്ങനെയാണ് സുനി? 14 വർഷത്തിന് ശേഷമാണ് ലേബർ പാർട്ടി അധികാരത്തിലേക്ക് എത്തുന്നത്. ഈ 14 വർഷക്കാലം എന്ന് പറയുമ്പോൾ 8 തവണ പ്രധാനമന്ത്രിമാർ മാറി മാറി ആണ് കൺസർവേറ്റീവ് പാർട്ടി ഭരിച്ചിരുന്നത്. അത് വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കി എന്നതാണ് ഇത്തരത്തിൽ ഒരു ചരിത്രവിധി ലേബർ പാർട്ടിക്ക് ഉണ്ടാകാനുള്ള കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം തന്നെ കൺസർവേറ്റീവ് പാർട്ടിയുടെ പല നിലപാടുകൾ, കുടിയേറ്റത്തിനെതിരായ നിലപാടുകൾ, അതുപോലെയുള്ള മറ്റ് ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ, സാമ്പത്തിക മാന്ദ്യം എന്നിവയെല്ലാം തന്നെ ജനങ്ങളെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടിൽ ആഴ്ത്തിയിരുന്നു. അതിനെല്ലാം ഒരു പരിഹാരം എന്ന രീതിയിലാണ് ഇപ്പോൾ ലേബർ പാർട്ടിയിലെ കീർ സ്റ്റാർമർ വിജയിച്ച് കയറുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അദ്ദേഹം ലേബർ പാർട്ടി കേവല ഭൂരിപക്ഷം മറികടന്നു. 650 അംഗ സഭയിൽ 326 വോട്ടുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. നിലവിൽ 380 സീറ്റുകൾ ഇതിനോടകം തന്നെ ലേബർ പാർട്ടിക്ക് ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യം, കൺസർവേറ്റീവ് പാർട്ടി ഒരു കൂപ്പുകുത്തുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. വെറും 97 സീറ്റുകളാണ് നിലവിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. വലിയ വിജയം ലേബർ പാർട്ടി ആഘോഷിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം, തെരഞ്ഞെടുപ്പിൽ തോൽവിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം താൻ ഏൽക്കുന്നു എന്നാണ് ഋഷി സുനക് പറഞ്ഞത്. തന്നെ വിജയിപ്പിച്ച റിച്ച്മോണ്ട് ആൻഡ് നോർത്ത് അലർട്ടണിലെ ജനങ്ങൾക്കും അദ്ദേഹം നന്ദി പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്റെ കരിയർ താൻ രാജ്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ് ഋഷി സുനക് പറയുന്നത്. ഒപ്പം തന്നെ സജിത് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുമായി വലിയ വിദേശ നയതന്ത്ര ബന്ധങ്ങൾ ഋഷി സുനകിന്റെ കാലത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇടതുപക്ഷാനുഭാവിയായ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു ലേബർ പാർട്ടി വരുമ്പോൾ അത് ഏത് തരത്തിലുള്ള മാറ്റമായിട്ടായിരിക്കും ഇന്ത്യയുമായി ഉണ്ടാവുക എന്ന് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ സ്റ്റാർമർ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും, പ്രത്യേകിച്ച് കുടിയേറ്റം തടയും, അതിനാവശ്യമായ കാര്യങ്ങൾ തടയും, ആരോഗ്യ മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കും. ഈ ആരോഗ്യ മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിലെ നഴ്സുമാർ, അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലായി അവിടെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഉള്ളത്. അവർക്ക് അനുകൂലമാവുന്ന നിലപാടുകൾ ഉണ്ടാകും. പക്ഷെ കുടിയേറ്റങ്ങൾ തടയും എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും ഇവിടെ നിന്ന് കുടിയേറി പാർക്കുന്നവർക്ക് എതിരായി മാറുമോ എന്നൊരു ആശങ്കയുമുണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും, ഏത് തരത്തിലായിരിക്കും ഈ ലേബർ പാർട്ടി അധികാരത്തിലെത്തിയാൽ ഇന്ത്യയുമായുള്ള ആശയവിനിമയവും സൗഹൃദ ബന്ധവും തുടരുക എന്നത് വ്യക്തമല്ല. പക്ഷേ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇസ്രായേലിനോട് കൂടുതൽ അനുകൂല സമീപനം പുലർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തവണ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്ന വേളയിലെല്ലാം തന്നെ ബ്രിട്ടൻ കുറച്ചുകൂടെ ഇസ്രായേലിനോട് അടുത്തു നിൽക്കുന്ന സമീപനമായിരുന്നു. ഇനിയും അത് തന്നെ തുടരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഏതായാലും ലേബർ പാർട്ടി 380 സീറ്റിന് മുകളിലേക്ക് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ സ്റ്റീർ കാർമർ ആണ് ഇതിൽ കീർ സ്റ്റാർമർ ആണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവുക. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന ഇടതുപക്ഷ അനുഭാവിയായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. 52 വയസ്സുകാരനാണ്. സുവിയിലേക്ക് ഞാൻ തിരികെ വരാം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നമുക്കൊപ്പം ഉണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ബ്രിട്ടനിലെ അധികാരമാറ്റം ഇന്ത്യയെ സംബന്ധിച്ച് എത്ര കണ്ട് ആശ്വാസകരമാണ്, അല്ലെങ്കിൽ നമ്മളെ എത്ര കണ്ട് ബാധിക്കുമെന്ന ചോദ്യമുണ്ട്. അതിനുമപ്പുറം ബ്രിട്ടന്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ലേബർ പാർട്ടിയുടെ ഒരു തിരിച്ചുവരവ് അത് എത്ര കണ്ട് പൊതുവിൽ ഇടതുപക്ഷ ആശയങ്ങളുടെ പ്രയോക്താവ് എന്ന് നേരിട്ട് വിളിക്കാൻ കഴിയില്ലെങ്കിൽ കൂടിയിൽ പേരിനെങ്കിലും ലേബർ പാർട്ടി എന്ന ഒരു പേരെങ്കിലും നിലവിലുണ്ട് അവർക്ക്. അതുകൊണ്ട് അത്തരം നയതന്ത്രപരമായും ബ്രിട്ടനിലെ നിലവിലെ സാഹചര്യങ്ങളിലും വലിയൊരു മാറ്റം ഈ അധികാര കൈമാറ്റവുമായി നമുക്ക് പ്രതീക്ഷിക്കാനാവുമോ? 2024 എന്ന വർഷത്തിന്റെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമായ ഇന്ത്യ ഉൾപ്പെടെ ഏറ്റവും കരുത്തുള്ള ജനാധിപത്യമായ അമേരിക്ക ഇതെല്ലാം തെരഞ്ഞെടുപ്പിലേക്ക് പോയ വർഷമാണ്. യൂറോപ്പിൽ പൊതുവെ കണ്ട ഒരു ട്രെൻഡ് തീവ്ര വലതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ബ്രിട്ടനിൽ ലേബർ പാർട്ടി എന്ന് പറയുമ്പോൾ പേരുകൊണ്ട് ഒരു തൊഴിലാളി പാർട്ടിയാണ്. അവരുടെ നയങ്ങളിലും ആഭിമുഖ്യങ്ങളിലും അല്പം സോഷ്യലിസ്റ്റ് ചായ്വ്, സ്വാധീനം അത് ഉണ്ട് എന്നുള്ളതും ശരിയാണ്. അപ്പോൾ യാഥാസ്ഥിതികർ എന്ന് സ്വയം വിളിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ലേബർ പാർട്ടിയുടെ ഈ വരവ് സ്വാഗതം ചെയ്യേണ്ടതാണ്. അത് ഇന്ത്യയും സ്വാഗതം ചെയ്യേണ്ടതാണ്.
നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ ഇന്ത്യക്കൊപ്പം നിന്നിട്ടുള്ള പാർട്ടി ലേബർ പാർട്ടിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് തന്നെ ആ അധികാര കൈമാറ്റം. അന്ന് കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ. അദ്ദേഹം സാമ്രാജ്യത്തിന്റെ ലിക്വിഡേറ്റർ ആവില്ല എന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷേ തുടർന്ന് ലേബർ പാർട്ടി അധികാരത്തിൽ വന്നപ്പോഴാണ് ക്ലെമന്റ് ആറ്റ്ലി അധികാര കൈമാറ്റത്തിന് തയ്യാറായത്. അതുകൊണ്ട് ഇന്ത്യക്ക് പ്രതീക്ഷിക്കാവുന്ന, വിശ്വാസം അർപ്പിക്കാവുന്ന പാർട്ടിയും ഭരണകൂടവുമായിരിക്കും ലേബർ പാർട്ടിയുടേത്. ഈ ഋഷി സുനക് ഇന്ത്യൻ വംശജനായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയാണ് ഇപ്പോൾ പുതിയ സംവിധാനം വരുന്നത്. സ്വാഭാവികമായും ഇന്ത്യൻ വംശജൻ എന്നതിനും അപ്പുറം അദ്ദേഹം പൊതുവിൽ ഇന്ത്യയുമായി നല്ല നയതന്ത്ര ബന്ധം സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ അധികാരമാറ്റം ഇന്ത്യയുടെ, പ്രത്യേകിച്ച് നമ്മുടെ തൊഴിൽ നിയമങ്ങളിലൊക്കെ മാറ്റമുണ്ടായാൽ മലയാളികളുടെയൊക്കെ കുടിയേറ്റത്തെയൊക്കെ എങ്ങനെ കണ്ട് ബാധിക്കുമെന്നൊരു ആശങ്ക പൊതുവിൽ ഉയരേണ്ടതുണ്ടോ നമുക്ക്? അതേ, ഒരു ഇന്ത്യൻ വംശജൻ പ്രധാനമന്ത്രിയായത് എന്നത് നമുക്ക് ഒരു 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 കൗതുകം ഉളവാക്കുന്ന കാര്യം തന്നെയായിരുന്നു. അദ്ദേഹം ഹൗസ് ഓഫ് കോമൺസിൽ ഭഗവത്ഗീത, ഇപ്പൊ ഇന്ത്യയിൽ പ്രധാനമന്ത്രി ഭരണഘടനയെ തൊട്ട് കാര്യങ്ങൾ പറഞ്ഞതുപോലെ അവിടെ ഭഗവത്ഗീതയെ തൊട്ടാണ് ഇദ്ദേഹം സംസാരിച്ചതൊക്കെ. അതൊക്കെ നമുക്ക് വായിച്ച് സന്തോഷിക്കാവുന്ന കാര്യങ്ങളാണ്. അതിനപ്പുറം ഒരു പാർട്ടിയുടെ നയം, അത് തൊഴിൽ നിയമങ്ങളായാലും കുടിയേറ്റ നിയമങ്ങളായാലും മറ്റു രാജ്യങ്ങളുള്ള സമീപനമായാലും അതൊരു വ്യക്തിയെ മാത്രം ആശ്രയിച്ച് അല്ലെങ്കിൽ അവരുടെ വംശത്തെ മാത്രം ആശ്രയിച്ച് വരുന്ന കാര്യങ്ങളല്ല. അവിടെ ഒരു പാർട്ടിയുടെ നിലപാട്, പ്രത്യേകിച്ചും പാർലമെന്ററി ജനാധിപത്യം ആഴത്തിൽ വേരോടിയിട്ടുള്ള രാജ്യമാണ് ബ്രിട്ടൻ. നമ്മളൊക്കെ ഓരോ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ലിഖിത ഭരണഘടനയില്ലാത്ത ബ്രിട്ടീഷ് പാർലമെന്റിലേക്കാണ് ഒരു മാതൃകയ്ക്ക് വേണ്ടി ഉറ്റുനോക്കുന്നത്. അങ്ങനെയുള്ള സംവിധാനത്തിൽ വ്യക്തികൾക്കല്ല പ്രാധാന്യം, പാർട്ടിക്ക് തന്നെയാണ്. വളരെ നന്ദി. എന്തായാലും ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഈ മാറിയ രാഷ്ട്രീയവും അതിൻ്റെ സാഹചര്യങ്ങളും വിശദീകരിച്ചു തരാം. സുവി, സ്വാഭാവികമായും ബ്രിട്ടനിലെ അധികാരമാറ്റവും തെരഞ്ഞെടുപ്പിനെ കുറിച്ചും നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം അതിപ്പോഴും രാജഭരണ സംവിധാനം നിലവിലുള്ള രാജ്യമാണ്. ബർക്കിംഗ്ഹാം പാലസിൻ്റെ പ്രതിനിധികളായിട്ടാണ് അവിടെ ജനപ്രതിനിധികൾ അധികാരത്തിൽ വരിക. അവിടെ ഇപ്പോഴും രാജഭരണമാണ്. ചാൾസ് മൂന്നാമൻ രാജാവ് ആണ് നിർണായകമായ സ്ഥാനം വരുന്നത്. ഇനി എന്തായിരിക്കും നടപടിക്രമങ്ങൾ? ബ്രിട്ടനിലെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ പ്രധാനമന്ത്രിയുടെ ചുമതലയേൽക്കുന്നതിന് മുമ്പായി അദ്ദേഹം അല്പസമയത്തുള്ളിൽ ബർക്കിംഗ്ഹാം പാലസിൽ അദ്ദേഹം എത്തുമെന്നും മറ്റ് ചില സൂചനകളുണ്ട്. എന്തായിരിക്കും ആ നടപടിക്രമങ്ങൾ? അതിലൊരു വ്യക്തത ഉണ്ടാവുന്നുണ്ടോ? രാജഭരണമാണ് ബ്രിട്ടനിൽ എങ്കിലും അതിന് തക്കതായ ഒരു പ്രാധാന്യം പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും നൽകുന്ന ഒരു രാജ്യം കൂടിയാണ് ബ്രിട്ടൻ. അതുകൊണ്ട് തന്നെ ഒപ്പം ഇപ്പോൾ ഋഷി സുനക്കിന് വലിയൊരു സ്ഥാനം തന്നെ രാജ്ഞി നൽകിയിരുന്നു. അതിന് തക്ക സ്ഥാനം തന്നെ കീർ സ്റ്റാർമർക്കും രാജ്ഞിയുടെ മനസ്സിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും കീർ സ്റ്റാർമറിന്റെ ഒരു കർമ്മ മേഖലയെല്ലാം തന്നെ പ്രകീർത്തിക്കപ്പെടേണ്ടവയാണ്. അതാണ് രാജ്ഞിയിൽ ഒരു കീർ സ്റ്റാർമറിനോടുള്ള ഒരു പ്രതിപത്തി ഉയരാനുള്ള ഒരു കാര്യം എന്നും വിലയിരുത്തപ്പെടുന്നു. പ്രത്യേകിച്ചും ആഫ്രിക്കയിലെയും കരീബിയയിലെയും തടവുകാർക്ക് വധശിക്ഷ ലഭിച്ച തടവുകാർക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. 30 വർഷക്കാലമായി അദ്ദേഹം അഭിഭാഷകനായി തുടരുന്നയാളാണ്. മനുഷ്യാവകാശ കേസുകളാണ് അദ്ദേഹം കൂടുതലായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിൻപറ്റുന്നു, ഇടതുപക്ഷ ആശയങ്ങൾ പിൻപറ്റുന്ന ഒരു നേതാവ് കൂടിയാണ് കീർ സ്റ്റാർമർ. അതുകൊണ്ട് രാജവംശത്തിന് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും സൂചനകളുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത്. സ്വാഭാവിക നടപടിക്രമങ്ങളാണ്. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഔദ്യോഗികമായി ചുമതലയേൽക്കുന്നതിന് മുമ്പ് ബർക്കിംഗ്ഹാം പാലസിലെത്തുകയും രാജ്ഞിയെയോ രാജാവിനെയോ ചാൾസ് രാജാവിനെ അദ്ദേഹം കാണാൻ എത്തുകയും അവരുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയും സ്വാഭാവികമായ നടപടിക്രമമാണ്. ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കും. അതിനുശേഷമായിരിക്കും പിന്നീട് അദ്ദേഹം ഭൂരിപക്ഷം ഹൗസ് ഓഫ് കോമൺസിലെത്തി സത്യപ്രതിജ്ഞ ചെയ്യുന്നതും മറ്റുമുള്ള കാര്യങ്ങൾ. ഏതായാലും രാജ്ഞിയെ അദ്ദേഹം കാണാൻ അധിക താമസം ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ പറയേണ്ടത് കൺസർവേറ്റീവ് പാർട്ടിക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള തിരിച്ചടി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ 365 സീറ്റുകൾ നേടിയെടുത്ത് ഇപ്പോൾ വെറും 97 സീറ്റുകളായി കുറഞ്ഞിരിക്കുന്നു. ഏതായാലും 650 അംഗസഭയിൽ ഇത്രയധികം മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ പോലും ഒരു 150-നപ്പുറത്തേക്ക് സീറ്റുകൾ
കൺസർവേറ്റീവ് പാർട്ടിക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കുറവാണ് എന്നാണ് കാണുന്നത്. 14 വർഷക്കാലം കൊണ്ട് ബ്രിട്ടനെ ഒരു ഒന്നിനും കൊള്ളാത്ത ഒരു രാജ്യമാക്കി മാറ്റി എന്ന് വരെയുള്ള വിമർശനങ്ങൾ ജനങ്ങൾക്കിടയിൽ ഈ കൺസർവേറ്റീവ് പാർട്ടിക്കുണ്ട്. അത് ആ ഒരു തിരിച്ചടിയിൽ നിന്ന് മാറി വരേണ്ടതുണ്ട് എന്നാണ് ഋഷി സുനക്കും പറയുന്നത്. ഏതായാലും നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കീർ സ്റ്റാർമർ അധികാരത്തിലേക്ക് എത്തുന്നു. ഇടതുപക്ഷ ആശയങ്ങൾ പിൻപറ്റുന്ന, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിൻപറ്റുന്ന കീർ സ്റ്റാർമറാണ് അടുത്ത പ്രധാനമന്ത്രിയാവുക. 14 വർഷത്തിനു ശേഷം ലേബർ പാർട്ടി ബ്രിട്ടന്റെ ചരിത്രത്തിൽ അധികാരത്തിലേറാൻ പോവുകയാണ്. ലേബർ പാർട്ടി അധികാരത്തിലേക്ക് ബ്രിട്ടനിൽ വരുമ്പോൾ തൊഴിൽ നിയമങ്ങളിൽ ഏത് മാറ്റമുണ്ടാകും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടല്ല ലേബർ പാർട്ടി സ്വീകരിക്കുന്നതെങ്കിൽ ഇന്ത്യ പോലെയുള്ള മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്ന് ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റത്തെ അത് എത്ര കണ്ട് ബാധിക്കുമെന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരുപക്ഷേ ഇന്ത്യയുടെ കുടിയേറ്റം സംബന്ധിച്ച് ഏറ്റവും നിർണായകമാവുക മലയാളികളുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മലയാളികൾ നിരവധി പേരാണ് ബ്രിട്ടനിലേക്കും മറ്റും കുടിയേറുന്നത്. നഴ്സിംഗ് പോലുള്ള തൊഴിൽ മേഖലകൾ വ്യാപകമായി ഇതിനെ ആശ്രയിച്ചുമാണ് ഇരിക്കുന്നത്. സുവി നേരത്തെ തന്നെ സൂചിപ്പിച്ചു ഈ തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ഭേദഗതിയും അതിൻ്റെ സാധ്യതകളും. നമുക്കറിയാം UK എന്നത് ഒരു സ്വപ്ന രാജ്യമായി കണ്ട് അവിടേക്കുള്ള കുടിയേറ്റം ഇപ്പോഴും വലിയ സാധ്യതകളായി നിലനിൽക്കുന്ന സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. ഈ കുടിയേറ്റ നിയമങ്ങളിലുള്ള മാറ്റം അത് എത്ര കണ്ട് ആശങ്ക ഉണ്ടാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മളത്തരം ആശങ്കപ്പെടേണ്ടതുണ്ടോ? കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിലിരുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഋഷി സുനക് അധികാരത്തിലിരുന്ന സമയത്ത് കുടിയേറ്റ നിയമങ്ങൾക്ക് ഇളവുകൾ നൽകിയിരുന്നു. പക്ഷേ ഈ കുടിയേറ്റ നിയമങ്ങൾക്ക് ഇളവുകൾ നൽകുന്നത് ബ്രിട്ടീഷ് ജനതയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം സ്വീകാര്യമായിരുന്നില്ല. ചില മേഖലകളിൽ അവർ അംഗീകരിക്കുമ്പോൾ മറ്റു ചില മേഖലകളിലേക്ക് കുടിയേറി പാർക്കാൻ ആളുകൾ എത്തുന്നതിനോട് ഒട്ടും യോജിക്കുന്നില്ല. ആരോഗ്യ മേഖലയിൽ, പ്രത്യേകിച്ചും നഴ്സിംഗ് മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ കൂടുതൽ നിയമനങ്ങൾ നടത്തും എന്നാണ് കീർ സ്റ്റാർമർ അദ്ദേഹത്തിൻ്റെ പ്രചാരണത്തിൽ ഉടനീളം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ആരോഗ്യ പ്രൊഫഷണൽസിന് അത് ഒരു ഗുണം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം ഈ അനധികൃത കുടിയേറ്റങ്ങൾ തടയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റങ്ങൾ ധാരാളമായി കഴിഞ്ഞ അവസരങ്ങളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ തോതിലുള്ള പ്രതിസന്ധിയും ഉണ്ടാക്കും. പക്ഷേ അത് ഏത് തരത്തിലായിരിക്കും ഈ തൊഴിൽ നിയമങ്ങളിൽ മാറ്റം കൊണ്ടുവരിക എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. കൂടുതലായി വീടുകൾ പണിയും, പാർപ്പിടങ്ങൾ പണിയും, ഒപ്പം തന്നെ വിദ്യാഭ്യാസ രീതിയും ഉടച്ചു വാർക്കും എന്നാണ് കീർ സ്റ്റാർമർ പറയുന്നത്. വിദ്യാഭ്യാസ സമ്പ്രദായം ഉടച്ചു വാർക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമുക്കറിയാം വിദേശ സർവകലാശാലകളെ ആശ്രയിക്കുന്ന ഒരു വലിയ വിഭാഗം ജനത കേരളത്തിലും ഇന്ത്യയിലുമുണ്ട്. വിദേശത്തേക്ക് പോകുന്നവരുണ്ട്. അതിനെ ഏത് തരത്തിൽ ബാധിക്കും എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുകയില്ല. പക്ഷേ ഇടതുപക്ഷ ആശയങ്ങളും സോഷ്യലിസ്റ്റ് ആശയങ്ങളും പിന്തള്ളുന്ന കർശന നിലപാടുകളുള്ള ജൂത വിരുദ്ധത എടുത്തു കളഞ്ഞ കീർ സ്റ്റാർമർ അധികാരത്തിൽ എത്തുമ്പോൾ പോസിറ്റീവായി തന്നെ കാര്യങ്ങൾ നടക്കും എന്ന ഒരു പ്രതീക്ഷ നമുക്ക് വെച്ചു പുലർത്താൻ സാധിക്കും. ഏതായാലും കാത്തിരുന്ന് മാത്രമേ നമുക്ക് ഈ കുടിയേറ്റ നിയമങ്ങളിൽ എന്താണ് ബ്രിട്ടൻ ചെയ്യാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. സൂചിപ്പിച്ചതുപോലെയാണ് നിർണായകമാണ് ബ്രിട്ടനിലെ അധികാരമാറ്റത്തിൽ ലേബർ പാർട്ടി അധികാരത്തിലേക്ക് വരുമ്പോൾ 14 വർഷത്തിന് ശേഷം വരുമ്പോൾ മാറാൻ സാധ്യതയുള്ള കുടിയേറ്റ നിയമങ്ങൾ. അത് മലയാളികൾക്കും ആശങ്കയുമുണ്ട്. അതിനുമപ്പുറം ലോകത്തിലെ ഏറ്റവും വലിയ പാരമ്പര്യമുള്ള ഒരു രാജ്യത്തെ അധികാരവും അതിൻ്റെ തെരഞ്ഞെടുപ്പും നൽകുന്ന രാഷ്ട്രീയ പ്രാധാന്യവും ചെറുതല്ല.